അയ്യോ, നിന്റെ നെറ്റി ചോര. ഓ, ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി. അയ്യോ, എന്റെ തല കറങ്ങുന്ന പോലെ ഞാനിപ്പോ ബോധം കെട്ട് വീഴുകയെ. അയ്യോ, എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ബോധക്ഷയമില്ലായ്മ. ബോധക്കേട് വരാനുള്ള അടിയൊന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. ഇവൻ അവർക്കിട്ടല്ലേ ചാർത്തിയത്. ചിലപ്പോ മർമ്മത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ജീപ്പ് എടുക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. വേണ്ട, അപ്പൂട്ടൻസ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി. ബോധമില്ലാത്ത രോഗി ഇന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഡോക്ടറെ, ഡോക്ടറെ, അപ്പൂട്ടൻ തലയേറ്റ് വീണു. വെറും തലചുറ്റിലല്ലടാ പുല്ലേ. അപ്പം ബോധമുണ്ട്? ഇല്ല, എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കുക. എന്നാലും മനസ്സിലുള്ളത് പറയണമല്ലോ. എനിക്ക് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം. ഡോക്ടറെ, അയ്യോ, എന്താ? അയ്യോ, എന്ത് പറ്റി? ഇങ്ങോട്ട് കിടത്ത്. എന്താ ഉണ്ടായത്? അയ്യോ, കവലയിൽ തല്ലുണ്ടായി. അപ്പൂട്ടനൊരു തടിയും കൊണ്ട ഭിത്തിയിൽ ചേർത്ത് നിർത്തി 10-20 ഇടി ഇടിച്ചു. അപ്പൂട്ടന്റെ തലച്ചോറിനകത്ത് എസ്റ്റാംപ്ലിക്കേഷൻ പോയി കിടക്ക. നെഞ്ചിനും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിക്കുമോ ഡോക്ടർ? ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കലക്കി കളഞ്ഞില്ലേ? ഞങ്ങളുടെ അപ്പൂട്ടൻ തട്ടി പോവോ ഡോക്ടർ? ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയൂ. എല്ലാവരും ഒന്ന് പുറത്തു പോണം, പ്ലീസ്. പോണം. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു വാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയിൽ മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ, ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചുയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,87,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,82,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ, വെറും 10 മിനിറ്റ് കിടന്നാ മതി.